2024 തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് ഈ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് പഠനം നടത്തിയ ADR, വോയിസ് ഫോർ ഡെമോക്രസി ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം പുറത്തു വരുന്ന നമ്പർ ഓഫ് വോട്ട്സ് പോൾഡിന്റെ കണക്കും അത് പിന്നീട് നമ്മൾ സാധാരണ 24 മണിക്കൂർ കൊണ്ട് പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഫേസ് 1ന്റെ പ്രഖ്യാപിക്കുന്ന 11 ദിവസം കഴിഞ്ഞിട്ടാണ്, ഫേസ് 2ന്റെ 4 ദിവസം കഴിഞ്ഞിട്ടാണ്, ഫേസ് 3യുടെ 5 ദിവസം അങ്ങനെ എന്തോ ആണ്. അപ്പം ദിവസങ്ങളെടുത്താണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച വോട്ടുകളും തമ്മിൽ 5 കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ട് എന്ന് വോയിസ് ഫോർ ഡെമോക്രസി കൊണ്ടുവന്ന റിപ്പോർട്ടും അതുപോലെ തന്നെ ADRന്റെ റിപ്പോർട്ടും വേണുവിന് ഓർമ്മയുണ്ടാവും. അന്ന് തന്നെ ഈ 2 ഏജൻസികളും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദീകരണം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുണ്ടായില്ല. ഈ പറയുന്ന 5 കോടി വോട്ടിൽ 86,000 വോട്ട് കേരളത്തിൽ വ്യത്യാസമുണ്ടായിരുന്ന 86,000 വോട്ട് കേരളത്തിലുണ്ടായ വ്യത്യാസമാണ്. അത് പല ഘട്ടത്തിലും അത് തൃശ്ശൂരായിരുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് നേരിട്ട് ഞങ്ങളുടെ DCCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് ശ്രീ പരകാല പ്രഭാകരൻ തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ആ 86,000 വോട്ട് തൃശ്ശൂരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആസൂത്രിതമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനിടയ്ക്ക് നടന്നിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ഇത്തരത്തിൽ വോട്ടർ ലിസ്റ്റ് തിരിമറിയിലൂടെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന വസ്തുതയാണ്. പക്ഷേ ഈ വസ്തുത വരുമ്പോഴൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, വ്യവസ്ഥാപിതമായിട്ട് അതിനുള്ള മാർഗങ്ങളെ മുഴുവൻ അടച്ചു കളയുന്ന സമീപനമാണ് എടുത്തത്. ഇപ്പം 45 ദിവസത്തെ CCTV നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര ശ്രദ്ധ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണല്ലോ. അതിനുള്ള എന്റെ ചോദ്യത്തിന് കൂടി അങ്ങയുടെ വിശദമായ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന സുഭാഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് തൃശ്ശൂർ വോട്ടുണ്ട്, അദ്ദേഹത്തിന് കൊല്ലത്ത് വോട്ടുണ്ട്, അദ്ദേഹത്തിന് തിരുവനന്തപുരത്തും വോട്ട് ഉണ്ടാകാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ അദ്ദേഹം പോയി വോട്ട് ചെയ്യും. അപ്പോൾ സ്വയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അദ്ദേഹം. അല്ല വേണു, അത് വളരെ വ്യക്തമാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ് മുന്നിൽ വന്നിരിക്കുന്നത്. മറ്റാരെങ്കിലും ഒക്കെ വെച്ച് ഇപ്പോൾ RSSകാരൻ വന്നിരുന്ന് ഞാൻ തെറ്റായിട്ട് അറിയാതെ ചേർത്ത് പോയതാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മറ്റു പല കേസുകളെ സംബന്ധിച്ച് തങ്ങളുടെ അറിവില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തു ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആണോ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ കോൺഗ്രസ് ചേർത്ത കള്ളവോട്ടാണ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാതി ഉന്നയിച്ച പറയാം. പക്ഷേ സുരേഷ് ഗോപിയുടെ കുടുംബത്തെ സംബന്ധിച്ചും സുരേഷ് ഗോപിയുടെ ചുറ്റും നിൽക്കുന്നവരെ സംബന്ധിച്ചുമുള്ള വ്യാജ വോട്ടുകൾക്ക് നേരിട്ട് മറുപടി പറയാൻ സുരേഷ് ഗോപി ബാധ്യസ്ഥനാണ്. അതിന് മറുപടി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ 3 ദിവസമായിട്ട് തൃശ്ശൂർ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണം പല നിയോജക മണ്ഡലങ്ങളിൽ പോകുന്ന പോലെ നമ്മളെ സംബന്ധിച്ചോളം തൃശ്ശൂരിൽ അത് കേന്ദ്രീകൃതമായിട്ട് തൃശ്ശൂരിലുള്ള അട്ടിമറിയെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് തൻ്റെ കൈകൾ ശുദ്ധമാണ്, താൻ അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു അട്ടിമറിയും നടത്തിയിട്ടില്ല എന്ന് പറയാൻ നട്ടല്ലില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കുന്നത് സുരേഷ് ഗോപി ഇതിനകത്ത് അക്കൗണ്ടബിൾ ആണെന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, എനിക്കിത് പറയാൻ ഒന്നുമില്ല, കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഭവമാണെന്ന് മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓടി നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ പുതിയ വന്നിട്ട് സിനിമ സ്റ്റൈലിൽ ഡോണ്ട് ടോക്ക് ടു മീ അല്ലെങ്കിൽ എന്താ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു വരുമായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ച് ഓടി ഒളിക്കാൻ കഴിയാത്തതാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാകേണ്ട നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണ്. ഏതെങ്കിലും BJPയുടെ നേതാവ് ഇന്ന് വന്ന് പറഞ്ഞ എന്താ, ചിലപ്പോൾ 10 കള്ളവോട്ടുകൾ ഉണ്ടായി കാണും. അങ്ങനെ 10 വ്യാജ വോട്ടുകൾ കൊണ്ടല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് പറയുന്നത്. അതൊക്കെ അല്ലല്ലോ തെരഞ്ഞെടുപ്പിലെ മറുപടി, അതല്ലല്ലോ ജനാധിപത്യത്തിലെ മറുപടി.